ശാന്തമായി തിരമാലകൾ അലയടിക്കുന്ന തയ്യൽ കടപ്പുറം ഒരു പിഞ്ചുബാലന്റെ നിലവിളിയാൽ നടുങ്ങിയത് 2020 ഫെബ്രുവരി 17-നായിരുന്നു. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ അമ്മ തന്നെ കടൽ ചുഴിയിലേക്ക് എറിഞ്ഞുകൊന്ന വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. തയ്യൽ സിറ്റിയിൽ കടപ്പുറത്തോട് ചേർന്നുള്ള വീട്ടിൽ ഉറങ്ങിക്കിടന്ന 1.5 വയസ്സുകാരൻ വിയാനെ കാണാതാകുന്നത് പുലർച്ചെയാണ്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്ന വാദവുമായി അമ്മ ശരണ്യയും ഭർത്താവ് പ്രണവും രംഗത്തെത്തിയതോടെ നാട് തിരച്ചിലായി. എന്നാൽ വൈകാതെ കടൽക്കരയിലെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് വിയാന്റെ മൃതദേഹം കണ്ടെടുത്തു. ഇതോടെ അന്വേഷണം വീട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. പ്രണവും ശരണ്യയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളാണ് കുഞ്ഞിന്റെ തിരോധാനത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ചു. തുടക്കത്തിൽ ഭർത്താവ് പ്രണവിനെതിരെയായിരുന്നു ശരണ്യയുടെ മൊഴി. തന്നെയും കുഞ്ഞിനെയും നോക്കാത്ത പ്രണവ് അച്ഛൻ വീട്ടിലില്ലാത്ത തക്കം നോക്കി വന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് ശരണ്യ പോലീസിനോട് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ചോദ്യം ചെയ്യലിനിടെ ശരണ്യയുടെ ഫോണിലേക്ക് തുടർച്ചയായി വന്ന 17 മിസ്ഡ് കോളുകൾ കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി. ഒരേ നമ്പറിൽ നിന്നായിരുന്നു ഈ കോളുകളെല്ലാം എത്തിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ വാരം സ്വദേശി നിതിൻ എന്ന യുവാവിന്റേതാണ് ഈ നമ്പർ എന്ന് കണ്ടെത്തി. ശരണ്യയും നിതിനും തമ്മിൽ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നുവെന്ന യാഥാർത്ഥ്യം അതോടെ പുറത്തു വന്നു. ഭർത്താവ് പ്രണവ് ഗൾഫിലായിരുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി ശരണ്യ നിതിനുമായി അടുപ്പത്തിലാകുന്നത്. പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധം വളരുകയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നിതിൻ മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്ന് അറിഞ്ഞതോടെ ശരണ്യ അസ്വസ്ഥയായി. എന്നാൽ കുഞ്ഞില്ലായിരുന്നുവെങ്കിൽ ശരണ്യെ വിവാഹം കഴിക്കുമായിരുന്നുവെന്ന് നിതിൻ പറഞ്ഞ വാക്കാണ് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശരണ്യയെ പ്രേരിപ്പിച്ചത്. സംഭവ ദിവസം പുലർച്ചെ 1:30-ക്ക് നിതിന്റെ ടവർ ലൊക്കേഷൻ ശരണ്യയുടെ വീടിന് സമീപമായിരുന്നു. എന്നാൽ ശരണ്യയെ കാണാൻ കഴിയാതെ നിതിൻ മടങ്ങിയതായി പിന്നീട് വ്യക്തമായി. ഇതിനിടയിലാണ് ശരണ്യ തന്റെ ക്രൂരമായ പദ്ധതി നടപ്പിലാക്കിയത്. പുലർച്ചെ 2 മണിയോടെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തപ്പോൾ ഭർത്താവ് പ്രണവ് ഉണർന്നു. എന്നാൽ പാൽ കൊടുക്കാനെന്ന വ്യാജേന ശരണ്യ അവിടെ തന്നെ ഇരുന്നു. പ്രണവ് വീണ്ടും ഉറങ്ങിയതോടെ ശരണ്യ കുഞ്ഞുമായി കടൽക്കരയിലേക്ക് നടന്നു. വീടിന് തൊട്ടടുത്തുള്ള കടൽ ഭിത്തിയിൽ നിന്ന് ശരണ്യ കുഞ്ഞിനെ ആഞ്ഞെറിഞ്ഞു. ആദ്യത്തെ ഏറിൽ കുഞ്ഞ് പാറക്കെട്ടിൽ തട്ടി താഴെ വീണു. മരണം ഉറപ്പാക്കാൻ ശരണ്യ താഴെ ഇറങ്ങി കുഞ്ഞിനെ വീണ്ടും കടലിലെ തിരമാലകളിലേക്ക് എറിഞ്ഞു. ക്രൂരകൃത്യത്തിന് ശേഷം ഒന്നും അറിയാത്തവളെ പോലെ ശരണ്യ തിരികെ വീട്ടിലെത്തി ഉറങ്ങി. നേരം പുലർന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. പ്രണവിനെ പ്രതിയാക്കി രക്ഷപ്പെടാനായിരുന്നു ശരണ്യയുടെ ശ്രമം. എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ ശരണ്യയ്ക്ക് വിനയായി. പ്രതികളെയും സംശയിക്കുന്നവരെയും കണ്ണൂർ റീജിയണൽ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. കടൽ വെള്ളത്തിലെ സൂക്ഷ്മജീവികളായ ഡയാറ്റാം ആരുടെ വസ്ത്രത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. പരിശോധനയിൽ ശരണ്യയുടെ വസ്ത്രത്തിൽ മാത്രം ഉപ്പുവെള്ളത്തിന്റെയും ഡയാറ്റത്തിന്റെയും സാന്നിധ്യം കണ്ടെത്തി. പ്രണവിന്റെയോ നിതിന്റെയോ വസ്ത്രത്തിൽ ഇത്തരം അടയാളങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതോടെ ഫോറൻസിക് തെളിവുകൾ നിരത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ശരണ്യയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. നിതിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് സ്വന്തം മകനെ കൊലപ്പെടുത്തിയതെന്ന് ശരണ്യ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് സമ്മതിച്ചു. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ഈ കേസിൽ ശരണ്യ മാത്രമാണ് യഥാർത്ഥ പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചു. കാമുകൻ നിതിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും പ്രണയബന്ധം കൊലപാതകത്തിന് പ്രേരണയായതായി കണ്ടെത്തി. അമ്മ എന്ന വാക്കിന്റെ പവിത്രത കളങ്കപ്പെടുത്തിയ ശരണ്യയുടെ ഈ പ്രവൃത്തി നാടിനെ വല്ലാതെ വേദനിപ്പിച്ചു. കുറ്റമറ്റ രീതിയിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചതാണ് ഈ കേസിൽ പോലീസിനെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചത്. സ്വന്തം കുഞ്ഞ് തടസ്സമാകുമെന്ന് കരുതി അതിനെ ഇല്ലാതാക്കാൻ മുതിർന്ന ഒരു അമ്മയുടെ ക്രൂരതയ്ക്ക് നിയമം അർഹമായ ശിക്ഷ തന്നെ നൽകി. ഫോണിലെ ആ 17 മിസ്ഡ് കോളുകൾ ശരണ്യയുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു. ഇന്ന് വിയാൻ എന്ന 1.5 വയസ്സുകാരൻ തയ്യൽ തീരത്തെ ഒരു ദുഃഖ സ്മരണയാണ്. പ്രണയപ്പകയും സ്വാർത്ഥതയും ഒരു പിഞ്ചു ജീവിതത്തെ എങ്ങനെ കവർന്നെടുത്തു എന്നതിന്റെ നേർസാക്ഷ്യമായി ഈ കേസ് ചരിത്രത്തിൽ അവശേഷിക്കുന്നു. വിചാരണയ്ക്കൊടുവിൽ ശരണ്യയ്ക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. പ്രണയത്തിനും സ്വാർത്ഥ സുഖങ്ങൾക്കും വേണ്ടി ഒരു കുഞ്ഞിനെ ബലി കൊടുത്ത ശരണ്യ ഇപ്പോൾ നിയമത്തിന്റെ പിടിയിലാണ്.